റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ. വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായ VFS പ്രോസസ്സിനെ കുറിച്ചാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അവിടെ പോകേണ്ടത്, ഏത് VFSൽ അപ്ലൈ ചെയ്യാം എന്നതിനൊക്കെ കുറിച്ചായിരിക്കും. നമ്മൾ എന്തിനാ എല്ലാ വീഡിയോയിലും ഡോക്യുമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നത്? ബിക്കോസ് ഡോക്യുമെൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടെങ്കിൽ റിജക്ഷൻ നിറയെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഡോക്യുമെൻറ്റ്സിന് നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ NOC കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിസയ്ക്ക് VFSന് അപ്ലൈ ചെയ്യാം. VFS അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഡേറ്റ് ചൂസ് ചെയ്ത് അപ്പോൾ നമുക്കൊരു മെയിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടായിരിക്കും, വിസ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അതാണ് ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ടത്. ആൻഡ് സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ കവർ ലെറ്റർ. അതിൽ മെൻഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏത് കൺട്രിയിലോട്ടാണോ പോകുന്നത്, അപ്പോൾ അവിടുത്തെ ട്യൂഷൻ ഫീസ്, അതായത് നമ്മൾ 1 ഇയറിൽ നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടാവും, അത് മന്ത്ലി നമുക്ക് എത്ര ഉണ്ടാവും എന്നൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് ഒരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാം. ആൻഡ് തേർഡ് വൺ ഈസ് ലോങ് സ്റ്റേ വിസ ആപ്ലിക്കേഷൻ ഫോം. ഈ ലോങ് സ്റ്റേ വിസ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ് ഗൂഗിളിലൊക്കെ. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്യാതിരിക്കുക. പിന്നെ സെക്കൻഡ് വൺ, നമ്മളൊന്നും ഫില്ല് ചെയ്തുകൊണ്ട് പോകരുത്. അപ്പം ഈ ലോങ് സ്റ്റേ വിസ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തിട്ട് പോയാൽ മതി. എല്ലാം അവിടെ ചെന്നിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും, എവിടെ സൈൻ ചെയ്യണം, ഇവിടെ എന്തെഴുതണം, അവിടെ എന്തെഴുതണം. അത് നേരത്തെ ഒന്നും ഫില്ല് ചെയ്യാൻ പാടില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൻ്റെ കോപ്പി എടുത്തിട്ട് വേണം പോകാൻ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട്, അതിനുശേഷം ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് പണി കിട്ടിയതാണ് അവിടെ പോയി, എനിക്ക് പണി കിട്ടിയതാണ്. സോ അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. 80% കവറേജ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് താഴെ മെൻഷൻ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഞങ്ങൾ പറയുന്നതായിരിക്കും. ഈ ഡോക്യുമെൻറ്റ്സ് അല്ലാണ്ട് തന്നെ ബാക്കി ഡോക്യുമെൻറ്റ്സ് തന്നെ കോളേജിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ, നിങ്ങൾ അപ്ലിക്കേഷൻ ഫീ പേ ചെയ്തതിൻ്റെ റെസീറ്റും കൊണ്ടുപോകണം. പിന്നെ 10th മുതൽ നിങ്ങൾ ഏത് ബാച്ചിലേഴ്സ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ, അല്ലെങ്കിൽ 12th വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും, സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ പ്ലസ് കോപ്പിയും നിങ്ങൾ കൂടെ കയ്യിൽ വെച്ചേക്കണം. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV ആണ്. ഒരു വെൽ പ്രിപ്പയർഡ് CV ആയിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇഫ് എനി. നമ്മൾ നേരത്തെ നിങ്ങൾ CVയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, NOC പ്രിപ്പയർ ചെയ്ത് ആ ടൈമിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടു ചെല്ലണം. പിന്നെ എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് VFSൽ. അപ്പോൾ അതിൽ മാക്സിമം ക്ലാരിഫൈ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നു, ഇവർക്ക് സ്പോൺസർ ആയിരുന്നു. അപ്പം എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസിൽ 2 ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു മെയിനായിട്ട് വേണ്ടുന്നത്. ഒന്ന് ലോൺ എഡ്യൂക്കേഷൻ സാങ്ഷൻ ലെറ്റർ, പിന്നെ സെക്കൻഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അറേഞ്ച്മെൻറ്റ് ലെറ്റർ. അപ്പം ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഞങ്ങളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ സ്പോൺസർ വേഴ്സസ് എഡ്യൂക്കേഷൻ ലോൺ അത് ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ ലോൺ അറേഞ്ച്മെൻറ്റ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ പേർക്കും അറിയണ്ടാവില്ല എന്താണെന്ന്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും, സ്പോൺസറിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഞങ്ങളൊരു വേറെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ കാര്യത്തിൽ സ്പോൺസർഷിപ്പ് ആയിരുന്നു. സ്പോൺസർഷിപ്പ് നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആർക്ക് വേണോ സ്പോൺസർ ആവാം. സോ സ്പോൺസർഷിപ്പിന് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് തന്നെ നിങ്ങൾ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും, പിന്നെ അവരുടെ 3 വർഷത്തെ ITR, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസും വയ്ക്കണം. ITRന് ശേഷം സ്പോൺസേഴ്സിൻ്റെ ID പ്രൂഫും വെക്കണം. അത് ആധാർ കാർഡോ പാസ്പോർട്ടോ ഏതാണോ അവൈലബിൾ അത് നമുക്ക് വയ്ക്കാം. അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ റിക്വസ്റ്റ് ചെയ്യുമ്പം അവരൊരു പ്രൊവിഷണൽ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് തരും, നമുക്ക് അത് അറ്റസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ പ്രൂഫും നിങ്ങൾ വയ്ക്കണം. അതിനുശേഷം ക്യാമ്പസ് ഫ്രാൻസിൻ്റെ NOC, പിന്നെ ക്യാമ്പസ് ഫ്രാൻസിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ കിട്ടും, അതും നിങ്ങൾ അറ്റാച്ച് ചെയ്തേക്കണം. അതിനുശേഷം ഡമ്മി ടിക്കറ്റ് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എയർ ടിക്കറ്റ്, ഡമ്മി ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാം. അതിനുശേഷം ഇൻഷുറൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെഡിക്കൽ ഇൻഷുറൻസും വേണം, ട്രാവൽ ഇൻഷുറൻസും. ഇത് രണ്ടും ചേർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന നിറയെ സൈറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ബജാജ് പോലത്തെ ഏതെങ്കിലും സൈറ്റ്സിൽ കയറി നിങ്ങൾക്ക് ഈസിലി എടുക്കാമെന്നുള്ളതാണ്.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പം നമ്മുടെ കയ്യിൽ കാശ് അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ എന്താണെങ്കിലും കുഴപ്പമില്ല, അവിടെ നമുക്ക് ഏത് ത്രൂ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഒരു അറൗണ്ട് ഞങ്ങൾ പോയപ്പോൾ 13,000 രൂപയ്ക്ക് അകത്ത് നമ്മൾ പേയ്മെൻറ്റ് ഉണ്ടാവും. സോ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കോപ്പി എടുക്കണം, അതൊരിക്കലും മറക്കരുത്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, സ്റ്റാപ്ലെയർ ചെയ്യാത്തതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പെന്നെല്ലാം കൊണ്ടുപോവുക, എല്ലാം ഡബിൾ ചെക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. എപ്പോഴും കറക്റ്റ് ടൈമിൽ എത്താൻ ശ്രമിക്കുക. അവർ നേരത്തെ ഒന്നും കയറ്റത്തില്ല. ഇപ്പോൾ 10:30 അപ്പോയിൻമെൻ്റ് എന്നുണ്ടെങ്കിൽ ഒരു 10, 10:15, 10:30 അവർ കറക്റ്റ് ടൈമിൽ നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഞങ്ങൾക്ക് കൊച്ചിയിലായിരുന്നു VFSൻ്റെ ഓഫീസ്, ഓപ്പോസിറ്റ് സാന്റാ മോണിക്ക, അവിടെയായിരുന്നു ഞങ്ങൾക്ക് ലൊക്കേഷൻ വന്നത്. പിന്നെ നമ്മൾ ടൈം ആകുമ്പം അകത്ത് കയറ്റി വിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറ്റും. അപ്പം നമുക്ക് അവിടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടായിരിക്കും നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പ്രീമിയം ലോഞ്ച് വേണമെന്ന് ചോദിച്ചു നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതിന് അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നു, അകത്ത് കയറി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പം എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 80% കവറേജ് ഉണ്ടായിരുന്നു, പക്ഷേ ചിരിച്ച് ഫോട്ടോ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഞാൻ നല്ല രീതിയിൽ 2-3 വട്ടം എടുത്തിട്ടാണ് പോയത്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം അവർ പറഞ്ഞു പ്രീമിയം ലോഞ്ച് എടുത്തേ പറ്റുള്ളൂ. ആ സെക്ഷനിൽ തന്നെ പുറത്ത് അതിനുള്ളിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും കോപ്പി എടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പം പ്രീമിയം ലോഞ്ച് എടുത്തവർക്ക് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് അഡീഷണലി പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ നേരത്ത്, അപ്പം നമ്മൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവിടെ നല്ല പ്രായമായിട്ടുള്ള മുതിർന്നവരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ പുള്ളിക്കാരൻ പറ്റിച്ചതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുക. അപ്പം പ്രീമിയം ലോഞ്ച് പ്ലസ് നമ്മൾ ഈ അഡീഷണൽ ഫീസ് വരുന്ന VFSൻ്റെ പ്രോസസ്സിങ് ഫീസും പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു റെസിപ്റ്റ് തരും അവർ. അതിനുശേഷമാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്. അതും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബയോമെട്രിക്സിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒന്നുമില്ല, പ്രോസസ്സെല്ലാം കഴിഞ്ഞ് പോകാം നമുക്ക്. എൻ്റെയും എക്സ്പീരിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഞാൻ അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടില്ലായിരുന്നു മെയിലിൽ. സോ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. ഞാൻ അവിടെ അത് കാരണം ഞാൻ നേരത്തെ തന്നെ VFS ഓഫീസിൽ പോയി അവരെ സംസാരിച്ച്, അവർ പിന്നെ മാനേജറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ബുക്ക് ചെയ്ത ID ഉണ്ടായിരുന്നു. ആ ID വെച്ച് മാനേജർ പിന്നെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് അത് ഓക്കെയാണ്, ഇഷ്യൂ അല്ല, സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നു, നമുക്ക് അകത്തേക്ക് കയറ്റി വിടാം എന്ന് ഓക്കെ ആയി. അങ്ങനെ അകത്തേക്ക് പോയി പിന്നെ ബയോമെട്രിക്സ് ഒക്കെ ചെയ്തു. എനിക്കും ഫോട്ടോയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു, പുറത്തുനിന്ന് എടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് എടുക്കുക, ഞാനും പ്രീമിയം ലോഞ്ച് എടുക്കേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് സ്മൂത്തായിട്ട് വന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.